ഹലോ, ഇന്നത്തെ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന മെഷർമെൻറ്റ് എടുക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് 36 ഇഞ്ച്, അതുപോലെ ഷേപ്പ് വയറിൻ്റെ ഭാഗം 32 ഇഞ്ചാണ്. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ ഈ മെഷർമെൻറ്റിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ, കാരണം ഇന്നലത്തെ വീഡിയോ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിപ്പ് അരഭാഗം 39 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ചെസ്റ്റും ഷേപ്പും ഹിപ്പും എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ചെസ്റ്റ് നെഞ്ചിൻ്റെ ഭാഗം എടുത്തിട്ടുള്ളത് 36 ഇഞ്ചാണ്. ആ 36 ഇഞ്ചിൻ്റെ കൂടെ +4 ഇഞ്ച് ആഡ് ചെയ്യാണ്. +4 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 40 ഇഞ്ച്, അതിനെ 4-ൽ1 ഭാഗമായിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ ഈ 40 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ചുരിദാറിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ചുരിദാർ കറക്റ്റാണ് മെഷർമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. 4-1 ഭാഗമായിട്ട് എടുക്കുമ്പോൾ 10 ഇഞ്ച്, ആ 10 ഇഞ്ചിൽ വേണം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ ഷേപ്പ് വയറിൻ്റെ ഭാഗം 32 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കിട്ടണം 36 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ചുരിദാറിൽ നിന്നും കിട്ടണം. അപ്പോൾ നമുക്ക് കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ 9 ഇഞ്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഹിപ്പ് അരഭാഗം 39 ഇഞ്ചാണ്. +4 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 43 ഇഞ്ച് നമുക്ക് ചുരിദാർ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ കിട്ടണം. അതിന് 4ആയിട്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന 10.25 വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ചെറിയൊരു ഇത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവുമെന്നൊന്നും അറിയില്ല, കാരണം ഞാനല്ലേ വരക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നെക്കായിട്ടാണ്, ഇത് കൈക്കുഴി ആം ഹോളാണ്. 10 ഇഞ്ച് അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ചെസ്റ്റിൻ്റെ ഭാഗം 10 ഇഞ്ച് നമ്മൾ 4ആയിട്ട് ഡ്രസ്സിൻ്റെ ലൈനിങ്ങൊക്കെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം മാർക്ക് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കറക്റ്റ് കൊടുക്കണം ചെസ്റ്റ്. അതുപോലെ ഷേപ്പ് 9 ഇഞ്ച് കറക്റ്റ് കൊടുക്കണം. ഹിപ്പിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 10.25 ഇഞ്ച്. അതിൻ്റെ താഴെ സൈഡ് ഓപ്പണിൻ്റെ പോർഷനാണ് കേട്ടോ. അതുപോലെ ഷേപ്പ് വരച്ചിട്ട് താഴോട്ട് സൈഡ് ഓപ്പണിൻ്റെ ഭാഗമാണ്. ഇപ്പം നമുക്ക് 10.9 10.25 കറക്റ്റ് മാർക്കിങ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടേണ്ട കറക്റ്റ് മാർക്കിങ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊടുക്കുന്ന +1 +2 ഇതൊക്കെ എന്താണ് എക്സ്ട്രാ തയ്യൽ തുമ്പാണ്. പക്ഷേ സൈഡ് ഓപ്പണിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാക്സിമം തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം മടക്കി അടിക്കുമ്പോൾ വീതി കമ്മിയിൽ വേണം. ഒരിക്കലും ഒരുപാട് വീതിയിൽ മടക്കി അടിച്ചാൽ ഡ്രസ്സിന് ഭംഗി ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? നമ്മുടെ നെക്ക് 2 ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നിവർത്തിയിട്ട ശേഷം ഒരു മാർക്ക് ചെയ്യലുണ്ട്. ആ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അത് ഉള്ളിലോട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടും എത്രയാണ് എന്നുള്ളത്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ചുരിദാറാണ്. ഫുള്ളായിട്ട് നോക്കി നോക്കൂ, കറക്റ്റ് ഷേപ്പിൽ കിടക്കുന്ന ചുരിദാറാണ് കേട്ടോ. സൈഡൊക്കെ നോക്കി നോക്കൂ. അതുപോലെ വയറ് ഹിപ്പിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കണ ഒരു ചുരിദാറാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫുള്ളായിട്ട് കാണാമല്ലേ. ഇനി നമുക്കൊരു പേപ്പറിൽ ആ വരച്ചത് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നോട്ട് ബുക്കിൻ്റെ ഒരു പേജ് 2 പേജ് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, മെഷർമെൻറ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിതാ ഇതുപോലെ നെക്ക് വരച്ച് കൊടുക്കണം. നമ്മൾ ഇനിയിപ്പോൾ ലൈനിങ്ങുള്ള ചുരിദാർ അടിക്കുന്നത് എങ്കിൽ അതിൻ്റെ ലൈനിങ് പീസ് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം അത് അതുപോലെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും അല്ലേ. അതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ശരീരത്തിൽ നിന്നാണ് അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ അളവുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി 4ആയിട്ട് 4ഉം കൂടെ ആഡ് ചെയ്ത് കിട്ടിയ 10 ഇഞ്ച് 9 ഇഞ്ച് 10.25 ഇഞ്ച് അതാണ് നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. നോക്കിക്കോട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ കൈക്കുഴിയാണ് ഇപ്പം വരയ്ക്കണത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ. ചെസ്റ്റിൻ്റെ അവിടെ 10 ഇഞ്ച് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അവിടെ 10 ഇഞ്ച്. അതുപോലെ ഷേപ്പിൻ്റെ അവിടെ 9 ഇഞ്ച് കാണാല്ലേ. 10 ഇഞ്ച് അതുപോലെ 9 ഇഞ്ച് അതുപോലെ 10.25 ഇഞ്ച്. ഇത് നമ്മളെ കറക്റ്റ് അളവാണ്. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടേണ്ട കറക്റ്റ് അളവാണ്.
ഇനി കൊടുക്കണ ഈ ഗ്രീൻ കളറിൽ +2 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ്. അത് ശ്രദ്ധിക്കുക. സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചോ 1.5 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ട് ഷോൾഡർ ജോയിൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യാൻ നിവർത്തി വെക്കുന്ന സമയത്ത് എത്ര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്, ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കറക്റ്റ് ചുരിദാർ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടും. ഇനി ഈ വീഡിയോയിൽ മെഷർമെൻറ്റ് മനസ്സിലാവാത്തവർ ചോദിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ശരീരത്തിൽ നിന്നും ഡയറക്റ്റ് അളവെടുത്തിട്ട് ശരീരത്തിൽ നിന്ന് കറക്റ്റായിട്ട് എത്ര അളവാണോ കിട്ടുന്നത് അതിനെ 4 ഡിവൈഡ് ചെയ്ത് +2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോയും, അതുപോലെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് +4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ തയ്യൽ തുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഉള്ളിൽ എത്ര തയ്യൽ തുമ്പ് ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചിട്ടുള്ള ചുരിദാറാണ് കേട്ടോ. കറക്റ്റ് ഫിറ്റായിട്ടുള്ള ചുരിദാറില്ലേ, അതാണ് ഇത്. ഇനി ഇതിൻ്റെ അളവ് നോക്കിക്കോളൂ. കാരണം എൻ്റെ ചെസ്റ്റ് 36ആണ്. ആ 36നെ 4 ഭാഗമായിട്ട് 4 കൂട്ടിയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ നമ്മളെ ചുരിദാർ ഇതുപോലെ നിവർത്തി വെക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ 20 ഇഞ്ചേ കിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി 20 ബാക്ക് സൈഡിലോട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? കാരണം 20 ഇഞ്ച് കറക്റ്റ് 36 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയതാണ്. കറക്റ്റ് അളവ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ, ആ അളവാണ് നമ്മളെപ്പോഴും ചുരിദാർ സ്റ്റിച്ചിങ് കഴിഞ്ഞതുപോലെ നോക്കി നോക്കണം കിട്ടുന്നുണ്ടോ. ഇത് നമ്മളെ ഹിപ്പിൻ്റെ ലെങ്ത്താണ്, എന്ന് വെച്ചാൽ വയറിൻ്റെ ഫിറ്റായിട്ടുള്ള ഭാഗം. അതിവിടെ 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഹിപ്പ് എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. +4 ഇഞ്ചോടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 36 ഇഞ്ചിൻ്റെ പാതി 18 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി 18 ബാക്ക് സൈഡിലാണ്. അതെപ്പോഴും നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഹിപ്പിൻ്റെ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എൻ്റെ ഹിപ്പ് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 43 ഇഞ്ചാണ്. അതിൻ്റെ പാതി 21.5 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് എങ്കിൽ ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റാണ് ഈ ഒരു അളവ് വെച്ചിട്ടുള്ളത് എന്നാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ വരുന്നതാണ്, അധികം വരുന്നതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി നോക്കുക. ഇനിയും ഡൗട്ട്സ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.